ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തെക്കുവശത്തുള്ള ലുംബിനി എന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ കടയുടെ ഗോഡൌണിലാണ് ഇന്നുച്ചയ്ക്ക് 2 മണിയോടെ തീപിടുത്തമുണ്ടായത്. മാവേലിക്കര ഫയർഫോഴ്സ് സംഘം എത്തി തീയണച്ചു. തീപിടുത്തമുണ്ടായ സമയത്ത് കടയുടെ അകത്തുണ്ടായിരുന്ന 2 LPG സിലിണ്ടറുകൾ ഫയർഫോഴ്സ് സംഘം പുറത്തേക്ക് മാറ്റിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഫയർഫോഴ്സ് സേനയുടെ സംയോജിതമായ ഇടപെടൽ മൂലം സ്ഥാപനത്തിന് വലിയ നാശനഷ്ടമുണ്ടായിട്ടില്ല. CPMന്റെ മുതിർന്ന നേതാവും ട്രേഡ് യൂണിയൻ സമര പോരാളിയുമായിരുന്ന KM സുധാകരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് എറണാകുളം പറവൂരുടെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെ 5:30 അന്ത്യം. വൈപ്പിൻ നാരായമ്പലത്തുള്ള വസതിയിൽ സംസ്കാരം നടന്നു. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് വോട്ട് ചെയ്ത RJD അംഗത്തെ സസ്പെൻഡ് ചെയ്തു. രജനി തെക്കേത്തയ്യലിനെതിരെയാണ് RJD നടപടിയെടുത്തത്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുകയും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയതിനുമാണ് നടപടി. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മുന്നണി ധാരണ തെറ്റിച്ച രജനി തെക്കേത്തയ്യിൽ UDF ജനകീയ മുന്നണി സ്ഥാനാർത്ഥി കോട്ടയിൽ രാധാകൃഷ്ണനാണ് വോട്ട് ചെയ്തത്. ഇദ്ദേഹം ജയിക്കുകയും ചെയ്തിരുന്നു. ശബരിമലയിൽ ഈ മണ്ഡലകാല സീസണിൽ ലഭിച്ചത് റെക്കോർഡ് വരുമാനം. ആകെ 332.77 കോടി രൂപയാണ് വരുമാനമായി ലഭിച്ചത്. കാണിക്ക, അപ്പം, അരവണ, മുറിവാടക, കുത്തകലേലം അടക്കമുള്ള വരുമാനമാണിത്. 83.17 കോടി രൂപയാണ് കാണിക്കയായി ലഭിച്ചത്. കഴിഞ്ഞ വർഷം 80.25 കോടി രൂപയായിരുന്നു കാണിക്കയായി ലഭിച്ചത്. തിരുവനന്തപുരത്ത് മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. നന്ദൻകോട് ജംഗ്ഷനിലെ സ്വരാജ് ഭവനിലാണ് തീപിടുത്തമുണ്ടായത്. മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് തീ സമീപ പ്രദേശങ്ങളിലേക്ക് പടരുകയും 2 സർക്കാർ വാഹനങ്ങൾ കത്തിനശിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ 5 മണിയോടെയായിരുന്നു സംഭവം. പ്രദേശവാസികളാണ് വാഹനങ്ങൾ കത്തുന്നത് കണ്ടത്. ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നാവായിക്കുളം പഞ്ചായത്തിലെ അട്ടിമറിയിൽ 4 വിമതർക്കെതിരെ നടപടിക്ക് കോൺഗ്രസ്. LDFനൊപ്പം നിന്ന് നേടിയ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടും. രാജിയില്ലെങ്കിൽ അയോഗ്യതാ നടപടിയിലേക്ക് കടക്കുമെന്ന് കോൺഗ്രസ്. ഔദ്യോഗിക സ്ഥാനാർത്ഥി നാവായിക്കുളത്ത് തോറ്റിരുന്നു. നാവായിക്കുളം പഞ്ചായത്തിൽ ഇരട്ടി സീറ്റിന്റെ ഭൂരിപക്ഷമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. എന്നാൽ ഗ്രൂപ്പ് പോരിലാണ് കോൺഗ്രസിന് ഭരണം പോയത്. ആദ്യ ടൈമിൽ തർക്കമുണ്ടായതോടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മറ്റൊരു കോൺഗ്രസ് അംഗം മത്സരിക്കുകയായിരുന്നു. LDFന്റെയും 4 കോൺഗ്രസ് അംഗങ്ങളുടെയും പിന്തുണയിൽ ആസിഫ് കടയിലാണ് പ്രസിഡന്റായത്. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നിന്നും അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് VS അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റി. ബ്ലോക്ക് പ്രസിഡന്റായി കോൺഗ്രസ് പ്രതിനിധി S തുഷാകുമാരി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെയാണ് കോൺഫറൻസ് ഹാളിലെ VS അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റിയത്. ഹാളിൽ നിന്നും ദൃശ്യം മാറ്റുന്നതിന്റെയും VS അച്യുതാനന്ദൻ കോൺഫറൻസ് ഹാൾ എന്ന പേര് മായ്ക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ VS അച്യുതാനന്ദൻ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തത്. ചിറ്റൂരിൽ 6 വയസ്സുകാരന്റെ മൃതദേഹം കുളത്തിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ സുമേഷ് അച്യുതൻ. സാധാരണഗതിയിൽ കുട്ടി ഒറ്റയ്ക്ക് ഇത്രയും ദൂരം കളിക്കാനായി പോകാറില്ലെന്നും നടന്നു പോകുമ്പോൾ കുളത്തിലേക്ക് വീഴാനുള്ള സാധ്യതയില്ലെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു. അതേസമയം കുടുംബത്തിന് നിയമപരമായി വേണ്ട എല്ലാ സഹായങ്ങളും സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരള യാത്ര നടത്താനൊരുങ്ങി LDF. 3 മേഖലകളാക്കി തിരിച്ച് ജാഥ നടത്താനാണ് ആലോചന. ജാഥകൾ ആരംഭിക്കുന്ന തീയതി പിന്നീട് തീരുമാനിക്കും. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ LDF പ്രക്ഷോഭം പ്രഖ്യാപിച്ചു. ജനുവരി 12-നാണ് തിരുവനന്തപുരത്ത് സമരം. ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാത്തത്, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് സമരം. മന്ത്രിമാരും MLAമാരും സമരത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും സമരത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മൊബൈൽ ഷോപ്പ് ഉടമ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. നെയ്യാറ്റിൻകര സ്വദേശി ദിലീപാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. നെയ്യാറ്റിൻകര ടൗണിനോട് ചേർന്നുള്ള റോഡിലെ ഒരു മരത്തിലാണ് ദിലീപിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. കടബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 25 ലക്ഷത്തിലേറെ രൂപ കടബാധ്യത ഉണ്ടെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. കഴിഞ്ഞ 10 വർഷമായി നെയ്യാറ്റിൻകര ടൗണിൽ മൊബൈൽ ഷോപ്പ് നടത്തുകയായിരുന്നു ദിലീപ്. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു.